G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആയിരങ്ങളായ വിശ്വാസികളുടെ കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞ ഒരു വിശുദ്ധ ഭൂമിയാണ് വേളാങ്കണ്ണി. തമിഴ്നാട്ടിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി ബസലിക്ക. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും ഒരു കഥയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന രണ്ട് പ്രധാന ഭാഗങ്ങളാണ് അപ്പർ ബസലിക്കയും ലോവർ ബസലിക്കയും. ഇന്ന് നമ്മൾ ഈ രണ്ട് വിശുദ്ധ ഇടങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാം. അപ്പർ ബസലിക്ക, വിശ്വാസത്തിൻ്റെ തിരമാല. ആദ്യം നമുക്ക് കിടക്കാം അപ്പർ ബസലിക്കയിലേക്ക്. വളരെ വിശാലമായ ഹാൾ പോലെയുള്ള ഈ ഭാഗം വലിയ തിരക്കുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുക്കിയതാണ്. ഉത്സവ സമയങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലം ഒരു സാധാരണ പള്ളിയല്ല. ഇത് വിശ്വാസത്തിൻ്റെ ഒരു തിരമാലയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമായെന്ന് തോന്നും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൂടെ ആയിരങ്ങളുണ്ടെന്ന് മനസ്സിലാകും. ലോവർ ബസലിക്ക, ദൈവവുമായി നിശബ്ദ സംഭാഷണം. അപ്പർ ബസലിക്കയുടെ തിരക്കിൽ നിന്ന് മാറി ഇവിടെ എല്ലാം ശാന്തമാണ്. മങ്ങലുള്ള വെളിച്ചം, നിശബ്ദമായ അന്തരീക്ഷം, മാതാവിൻ്റെ സാന്നിധ്യം. ഇവിടെ നിങ്ങൾ ദൈവത്തോടെ സംസാരിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സ് തന്നെ പ്രാർത്ഥനയായി മാറും. പലരും ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ചിലർ നന്ദി പറയുന്നു, ചിലർ അവരുടെ ജീവിതത്തിലെ ഭാരങ്ങൾ ഇവിടെ വെച്ച് പോകുന്നു. ചരിത്രത്തിൻ്റെ ഒരു തിളക്കം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുളത്തിനരികിൽ ഒരു ഇടയ ബാലന് മാതാവിൻ്റെ ദർശനം ലഭിച്ചുവെന്ന് വിശ്വാസം പറയുന്നു. ആ ദർശനമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ആകർഷിക്കുന്ന ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ തുടക്കം. ഇന്ന് ലൂഡ്സ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ദിവസേന വിവിധ ഭാഷകളിൽ കുർബാനകൾ നടക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. പ്രധാന വ്യത്യാസം ചുരുക്കി പറഞ്ഞാൽ, അപ്പർ ബസലിക്ക വലിയ കൂട്ടപ്രാർത്ഥനയ്ക്കായി, ലോവർ ബസലിക്ക വ്യക്തിപരമായ ആത്മീയ അനുഭവങ്ങൾക്ക്. രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങൾ, എന്നാൽ ലക്ഷ്യം ഒന്ന് മാത്രം, വിശ്വാസം. വേളാങ്കണ്ണിയിലെ ഈ രണ്ട് വിശുദ്ധ ഇടങ്ങൾ ഒരു വലിയ വിശ്വാസത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. ഒന്ന് കൂട്ടമായി പ്രാർത്ഥിക്കുന്ന ശക്തി, മറ്റൊന്ന് നിശബ്ദമായി ദൈവത്തെ അനുഭവിക്കുന്ന സമാധാനം. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ അനുഭവമായി തോന്നുന്നത്? കമൻറ്റിൽ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ വിശ്വാസയാത്രകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.